കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്കും വർഗീയ ഫാസിസ്റ്റ് സഖ്യങ്ങൾക്കുമെതിരെ ശക്തമായ ബദലുണ്ടാവേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണെന്ന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് നെടുമങ്കാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലൊരു ജൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിൽ പല മുന്നണികളും ഐക്യജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതുപോലെ തന്നെ BJP, ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും കേരളത്തിലും ദേശീയ തലത്തിലുമുള്ള പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഈ പ്രസ്ഥാനങ്ങൾക്ക് അതീതമായിട്ട് കേരളത്തിലൊരു പുതിയ സന്ദേശവുമായിട്ടാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കാരുമായിട്ടും ഒരു ബന്ധങ്ങളോ അടുപ്പങ്ങളോ മുന്നണി സഖ്യങ്ങളോ ഒന്നുമില്ല. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ, ഇക്വാലിറ്റി മീൻസ് നിങ്ങൾക്കറിയാം, സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള ജനങ്ങളെയും ഒന്നായി കാണുവാനും വ്യത്യസ്ത മതവും വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ദൗത്യവുമായിട്ടാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ തലത്തിൽ രൂപമെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലകളിലും സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. മുന്നണി സംവിധാനമാണ് കേരളത്തിലും ദേശീയ തലത്തിലും ഗുണമെന്ന് പലരും പറയുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും ശരി, BJP ആയാലും ശരി, അവർ കടന്നു വന്നത് മുന്നണി സംവിധാനത്തിലൂടെ അല്ല. ആ പ്രസ്ഥാനത്തിലൂടെയാണ് വന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമനുസരിച്ച് ഓരോരോ ആളുകളെ സഖ്യകക്ഷികളാക്കി മാറ്റി ഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് കേരളത്തിലൊരു മാറ്റം അത്യാവശ്യമാണ്. കേരളത്തിൽ ദുരന്തപൂർണമായ ഒരു ഭരണം നടക്കുന്നു. ഒരു വിധത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥ. വിദ്യാഭ്യാസ രംഗം തകർന്നു, വ്യവസായ രംഗം തകർന്നു, അതുപോലെ തന്നെ എല്ലാ മേഖലകളും, സമസ്ത മേഖലകളും ദുരന്തപൂർണമായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ മുഴുവൻ സമ്പത്തുകളും അടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വളർന്നു. ഒരാശുപത്രിയിൽ പോലും ചെല്ലാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥ. ഒരാശുപത്രിയിൽ ചികിത്സ കിട്ടുന്നില്ല. ആശുപത്രിയിൽ ചെന്നാൽ അവർക്കൊന്ന് കിടക്കാനുള്ള സുരക്ഷിതത്വം പോലും ഇല്ല. കാരണം ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു ദയനീയമായ അവസ്ഥ. കേരളത്തിലെ മെഡിക്കൽ കോളേജ് നിങ്ങൾക്കറിയാം, ഒറ്റ മെഡിക്കൽ കോളേജ് പോലും സുരക്ഷിതമായി ഒരു പേഷ്യൻ്റിനെ, ഒരു രോഗിയെ സംബന്ധിച്ചോളം അവർക്ക് നല്ലൊരു ചികിത്സ കിട്ടാത്ത വളരെ ദയനീയമായ ഒരവസ്ഥ. എല്ലാ തലങ്ങളിലും പരാജയപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ 10,000 കണക്കിന് ആളുകൾ, വ്യവസായങ്ങൾ മൊത്തം തകർന്നു.